ഇന്ന് രാവിലെ 11 മണിയോടുകൂടി മൂലമറ്റം പവർ ഹൗസിലെത്തിയ മന്ത്രി എം മണി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഡിസംബർ 16-നകം തകരാറുകൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പവർ കട്ടിങ് ഒഴിവാക്കുക, ഇപ്പം വന്ന ഈ പ്രതിസന്ധി എത്രയും വേഗം ഇത് മെയിൻ്റനൻസ് നടത്തി പൂർത്തിയാക്കുക. വെളിയിൽ നിന്ന് വൈദ്യുതി വാങ്ങിയായാലും വൈദ്യുതി കട്ടിലേക്ക് പോകാതെ ഏർപ്പാട് ചെയ്യുക എന്നാണ് ഉദ്ദേശം. മൂലമറ്റത്തിന്റെ മുഴുവൻ ഉൽപാദനം 780 മെഗാവാട്ടാണ്. എന്നാൽ മഴ ലഭിക്കാത്തതുമൂലം 390 മെഗാവാട്ട് വൈദ്യുതി മാത്രമാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. 3 ജനറേറ്ററുകൾ പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ ഉദുമൽപേട്ടയിൽ നിന്നുള്ള കേന്ദ്രവിഹിതം എത്തിച്ച് വൈദ്യുതി കുറവ് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതായി ചീഫ് എഞ്ചിനീയർ പറഞ്ഞു. 16-ാം തീയതിക്ക് തന്നെ ഞങ്ങൾ മെഷീൻ ഇടും. അപ്പോൾ അതിന് മുമ്പ് മെഷീൻ എങ്ങനെ ഇടാൻ പറ്റുമെന്നാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ 1-2 മെഷീനുകൾ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിനെക്കുറിച്ചും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. വരൾച്ച മൂലം വൈദ്യുതി ഉൽപ്പാദനത്തിൽ പ്രതിസന്ധി നേരിടുന്ന KSEBിക്ക് ഇപ്പോൾ ഈ ജനറേറ്റർ പ്രവർത്തനം നിലച്ചത് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. മൂലമറ്റത്തുനിന്നും ക്യാമറ പേഴ്സൺ വിൽസൺ കളരിക്കൊല്ലൊപ്പം ബിജു തറയിൽ, മീഡിയ 1.